നമ്മളെ എല്ലാ ദുഃഖത്തിൽ നിന്നും മോചിപ്പിക്കാൻ സാധിക്കുന്ന ശക്തിയുണ്ട്, ശ്രദ്ധയുണ്ട്. അതിനെ അനുഷ്ഠാനത്തിലേക്ക് തിരിച്ചുവിട്ടാൽ വേണമെങ്കിൽ ദുരിതങ്ങളിൽ നിന്നെല്ലാം പറയൂ പുറത്തു കടക്കാം. അപ്പൊ ആശ്രയിക്കേണ്ടത് ആരെയാണ്? രണ്ടെണ്ണത്തിന്. അപ്പൊ ഇപ്പോ ദുരിതങ്ങളൊക്കെ നമ്മളെ അലട്ടുന്നതിന് കാരണം ഭാഗവതത്തിലെ ചതുശ്ലോകി ഭാഗവതം നമ്മൾ കേട്ടു. ഈ ചതുശ്ലോകി ഭാഗവതത്തെയാണ് പിന്നീട് വ്യാസഭഗവാൻ വിപുലീകരിച്ച് നമ്മളിന്ന് കാണുന്ന ഭാഗവത രൂപത്തിലാക്കിയത്. അപ്പൊ അന്ന് അദ്ദേഹം ഈ പുരാണങ്ങൾ രചിക്കുമ്പോൾ അതിനൊരു സിസ്റ്റമുണ്ട്, അതിനൊരു സമ്പ്രദായമുണ്ട്. ഇന്ന് അതിനെ സിലബസ് നമ്മൾ പറയും. ഒരു കരിക്കുലം ഉണ്ടാക്കി കഴിഞ്ഞാൽ കരിക്കുലത്തിനൊരു സിലബസ്, ഇന്ന ടോപ്പിക് ഇന്ന ടോപ്പിക് ഇന്ന ടോപ്പിക് എന്നുള്ള രീതിയിൽ. അപ്പൊ ആ പ്രസന്റേഷൻ, ഇപ്പൊ ഈ ഭാഗവതം അങ്ങനെ ഒരു സിലബസ് ബേസ്ഡ് ബുക്കാണ്. ഇതിനെ ഭാഗവതത്തിൽ പറയാം ലക്ഷണങ്ങൾ എന്നാ പറയാ. എന്താ പറയാ? ലക്ഷണം. ഇപ്പൊ എന്തൊക്കെയാണ് ലക്ഷണം? സർഗം, വിസർഗം, സ്ഥാനം, പോഷണം, ഉദയ, മന്വന്തരം, ഈശാനകത, നിരോധം, മുക്തി, ആശ്രയം. 10 ലക്ഷണങ്ങളാണ്. അപ്പൊ അവസാനം ഭാഗവതം എത്തിക്കുന്നത് ആശ്രയത്തിലേക്കാണ്. എന്താണ് നമ്മൾ ആശ്രയിക്കേണ്ടത്? എന്തിനെ ആണ് ആശ്രയിക്കേണ്ടത്? 2-ാം സ്കന്ധം 10-ാം അധ്യായത്തില് ഈ കാര്യം ഓർമ്മിപ്പിക്കുന്നുണ്ട് നമ്മളെ. അപ്പൊ നമ്മൾ പലപ്പോഴും ഈ പുരാണങ്ങളൊന്നും കേൾക്കാതെ, പഠിക്കാതെ, മനസ്സിലാക്കാതെ നമ്മൾ അങ്ങനെ വളർന്നു വരുന്നതുകൊണ്ട് ആത്മീയത നമുക്ക് വ്യക്തമല്ല. അപ്പൊ നമ്മൾ പറയാ ഭഗവാനെ ആശ്രയിക്കണം, ദൈവത്തെ ആശ്രയിക്കണം എന്നല്ലേ പറയാ. ആരാണ് ഈ ഭഗവാൻ എന്നത് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ ഭാഗവതം തന്നെ പഠിക്കണം. ഇപ്പൊ ഇവിടെ 10-ാമത്തെ അധ്യായം, 2-ാം സ്കന്ധം 10-ാം അധ്യായത്തിലെ 7-ാം ശ്ലോകം, അവിടെ പറയുന്നു ആരെയാണ് ആശ്രയിക്കേണ്ടത്. ആഭാസശ്ച നിരോധശ്ച യതശ്ച അധ്യവസീയതേ സ ആശ്രയ പരം ബ്രഹ്മ പരമാത്മേതി ശബ്ദതേന. അപ്പോ നമുക്ക് ആശ്രയിക്കേണ്ടതായ സത്യം ആര് തന്നെയാണ്? പരമാത്മാവ് തന്നെയാണ് പരം ബ്രഹ്മ. അത് തന്നെയാണ് പരം ബ്രഹ്മ. ഇപ്പൊ ഞാൻ പറഞ്ഞു, ഈ ബ്രഹ്മം എന്നുള്ള വാക്ക് നമുക്കിപ്പം മനസ്സിലാവില്ല. അറ്റ്ലീസ്റ്റ് നിങ്ങൾ നേരത്തെ പറഞ്ഞത് ഓർക്കുക. നമ്മുടെ മനസ്സിൽ ഇനിയും ഒരുപാട് ഓർമ്മകൾ നമുക്ക് സൂക്ഷിക്കാൻ ഒരു സ്പേസ് തരുന്ന അനന്തബോധം, പരിമിതികളില്ലാത്തൊരു ബോധം എവിടെയുണ്ട്? നമ്മുടെ ഉള്ളിലുണ്ട്. അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് നമ്മൾ വേലി കെട്ടി അടച്ചിരിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞ ഞാൻ, എൻ്റെ ഇഷ്ടം, എൻ്റെ ഇഷ്ടക്കേട്, രാഗദ്വേഷം. ഈ ഒരു പരിധിയിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ജീവിതത്തെ കാണുന്നത്. എന്നാൽ ഇതിനപ്പുറത്തൊരു സ്പേസ് ഉണ്ട്, നമ്മളാരും അറിയുന്നില്ല. അപ്പൊ അവിടെയാണ് നിങ്ങൾ ഈ അനുഷ്ഠാനങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ ഈ ബൗണ്ടറി ക്രോസ് ചെയ്യണം. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ ഉള്ളിൽ തന്നെ നിങ്ങളുടെ സകല ദുഃഖ ദുരിത ദുരന്തങ്ങളിൽ നിന്നും പുറത്തു കൊണ്ടുവരാൻ കഴിവുള്ള ബോധം, ശ്രദ്ധ നിങ്ങളിലുണ്ട്. ബോധവും ശ്രദ്ധയും നിങ്ങളിലുണ്ട്. അപ്പൊ നമ്മൾ യൂസ് ചെയ്യാത്തൊരു അനന്തബോധം. ഏതുപോലെ ഈ ഹാള് നോക്കിയാൽ മതി, ഇതിന്റെ പുറത്ത് വലിയൊരു സ്പേസ് ഉണ്ട് ഇല്ലേ? പക്ഷെ നമ്മൾ ഈ ബൗണ്ടറി ഇട്ടതുകൊണ്ട് പുറത്തുള്ളൊരു സ്പേസിനെ നമ്മളാരും കാണുന്നില്ല. ഇതുപോലെ ഞാനും നിങ്ങളും ഉള്ളിൽ ബോധത്തിൽ ഒരു ഫെൻസിങ് ചെയ്തു, ഒരു ബൗണ്ടറി ഇട്ട് കഴിഞ്ഞു. അതാണ് ഞാൻ, എൻ്റെ സുഖം, എൻ്റെ ഇഷ്ടമില്ലായ്മ. ഈ ഒരു ബൗണ്ടറിയിൽ നിന്നിട്ട് നമ്മൾ ജീവിതത്തെ നോക്കുക. അപ്പൊ എൻ്റെ ഇഷ്ടങ്ങളൊക്കെ വന്നാൽ ഞാൻ സന്തോഷം, എൻ്റെ ഇഷ്ടത്തിന് എതിരായിട്ട് വല്ലതും വന്നാൽ ഞാൻ റിയാക്ട് ചെയ്യുന്നു, പ്രൊട്ടസ്റ്റ് ചെയ്യുന്നു, ഞാൻ വളരെ മെന്റലി അപ്സെറ്റ് ആവുന്നു. ഇല്ലേ? ശരിയാണോ? ആണോ? ഇത് നമുക്ക് തിരിച്ചറിയാൻ സാധിച്ചാൽ ഇത്രയേ ഉള്ളൂ എന്നുള്ള ജീവിതത്തെ നമ്മൾ മറികടക്കണം. പലർക്കും ആ ബൗണ്ടറിയിൽ നിന്ന് പുറത്ത് കിടക്കാൻ പറ്റുന്നില്ല. അവരാ ബൗണ്ടറി തന്നെ കുരുങ്ങിപ്പോയി. ഒരു കുക്കൂൺ പോലെ, പട്ടുനൂൽ പുഴു, അതിൻ്റെ ശരീരത്തിൽ നിന്ന് വരുന്ന ഒരു സിറം, അതിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു ജ്യൂസാണ് നൂലായി, പട്ടുനൂലായി മാറുന്നത്. ഈ പട്ടുനൂൽ പുഴു എന്ത് വെച്ചാൽ
ആ നൂല് ചുറ്റി 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 അവസാനം അത് തന്നെ നൂലിൻ്റെ ഉള്ളിപ്പെട്ടു. പട്ടുനൂൽപ്പുഴുവിന്റെ പ്രത്യേകത അറിയും നിനക്ക്? അത് ഈ പക്ഷികളുടെ മുട്ട പോലെ ഇരിക്കും, ഈ ചെറിയ കുഞ്ഞു മുട്ട. പ്രാവിൻ്റെയൊക്കെ പക്ഷികളുടെയൊക്കെ മുട്ട ചെറിയ മുട്ടകളാണ്. അതുപോലെ ഇരിക്കും ഏത് പട്ടുനൂൽപ്പുഴുവിന്റെ കുക്കൂൺ. കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? കുക്കൂൺ കണ്ടിട്ടുള്ളവരാരെങ്കിലും ഉണ്ടോ? കണ്ടിട്ടില്ല. ചെറിയ പട്ടുനൂൽപ്പുഴുവിന്റെ കുക്കൂൺ, പട്ടിന്റെ ഒരു ചെറിയൊരു മുട്ട പോലെ. ഈ പുഴു, അതിൽ നിന്നാണ് ഈ നൂല് വരുന്നത്. പക്ഷെ ഈ പുഴുവിന്റെ കഷ്ടകാലത്തിന് പുഴു എന്ത് ചെയ്താൽ കൂട്ടിന്റെ ഉള്ളിൽ പെട്ടു, തനിക്ക് എഗെയിൻസ്റ്റ് ഈ നൂല് ചുറ്റും. അങ്ങനെ ചുറ്റി 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 ചിലപ്പോണ്ടല്ലോ, പണ്ട് കാലത്ത് പശുവിനെ വളർത്തിയവരാരുണ്ട്? പശു ഉണ്ടായിരുന്നവർ എത്ര പേരുണ്ട് പഴയ കാലത്ത്? ഇപ്പൊ ഈ പശുവിനെയൊക്കെ പടത്തോ ഇതൊക്കെ കെട്ടുകയാണെങ്കിൽ ചിലപ്പോൾ അത് കുറ്റിയിൽ കുരുങ്ങി 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 താനൊരു കുരുക്കിലാ പെടുന്നെന്നുള്ളത് ആരറിയില്ല? പശു അറിയില്ല, അല്ലേ? അത് അതിൽ കെട്ടിച്ചുറ്റി കെട്ടിച്ചുറ്റി. ഇപ്പം നിങ്ങളൊക്കെ ഈ തുന്നുന്നവരൊക്കെ ആണെങ്കിൽ ചില സമയത്ത് നിങ്ങൾ സൂചിയും നൂലൊക്കെ കോർത്ത് എവിടെയെങ്കിലൊക്കെ കൊണ്ടുപോയിട്ടുണ്ടാവും. കുറേ കഴിഞ്ഞാൽ ഈ നൂല് കുരുങ്ങി, അത് നൂല് പിന്നെ ഇപ്പോഴത്തെ കാലത്തൊക്കെ മുറിച്ച് കളഞ്ഞ് പോണാൽ പോട്ടെ, വേറെ പുതിയതെടുക്കും. പണ്ട് ആളുകൾ മെനക്കെടും അതെന്നൊക്കെ, അല്ലേ? ആ കെട്ടൊക്കെ ഒന്ന് മാറ്റി ഉണ്ടോ ഇല്ലയോ പഴയ കാലത്ത്? ഇന്നിപ്പോൾ അതൊക്കെ മാറി. ഇന്നിപ്പം ധാരാളം കിട്ടാനുള്ളതുകൊണ്ട് അതൊക്കെ പോകും, കളഞ്ഞാലും കുഴപ്പമില്ല. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, താൻ തന്നെ ചുറ്റിക്കെട്ടി തനിക്കതൊന്ന് പുറത്ത് കടക്കാൻ പറ്റാതെ. ഇതാണ് ഇന്ന് കുറേ കുട്ടികളുടെ, കുറേ ആളുകളുടെ ദുരിതം. നമ്മളുടെ ചിന്തകളാൽ നമ്മൾ നമ്മുടെ ജീവിതത്തെ പരിമിതമാക്കി ആ ചിന്തകളാണ് ഇപ്പം നമ്മളെ അലട്ടുന്നത്, അസ്വസ്ഥമാക്കുന്നത്. ഇതിന്ന് പുറത്ത് കടക്കാൻ കഴിയും നമുക്ക്. അതിനെന്ത് വേണം? അനുഷ്ഠാനം വേണം. എന്ത് വേണം? അങ്ങനെ അനുഷ്ഠാനം ചെയ്ത് 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 ഈ ബൗണ്ടറി കടക്കുമ്പോഴാണ് നിങ്ങൾ, ഓ ദൈവമേ ഇത്രയൊക്കെ ഉണ്ടോ? അതായത് ഒരു കിണറ്റിലൊരു തവളയെ കൊണ്ട് കടലിലിട്ട അവസ്ഥ. കിണറ്റിൽ വളരുന്ന ഒരു തവളയെ പിടിച്ച്, അല്ലെങ്കിൽ ഒരു മീനിനെ പിടിച്ചൊരു കിണറ്റിനകത്തുള്ള മീൻ. കഴിഞ്ഞ ദിവസം ഗുരുവായൂരിൽ ഭയങ്കര വെള്ളം കയറിയിട്ട് ആ തെക്കേ നട മുഴുവൻ വെള്ളത്തിലായിരുന്നു. അപ്പം ആരും എനിക്കൊരു വീഡിയോ അയച്ചു ഗുരുവായൂരിലെ അവസ്ഥ. എന്നിട്ട് പറയുകയാണ്, ഗുരുവായൂരപ്പൻ കുറേ പേർക്ക് സ്വാതന്ത്ര്യം കൊടുത്തു. ആർക്കറിയാം, തെക്കേ നട കുളത്തിൽ കുറെ മീനുണ്ടായിരുന്നു. ഈ മീനുകൾ എനിക്ക് ഒരു 10-15 വർഷമായിട്ട് അങ്ങനെ വെള്ളപ്പൊക്കത്തോട് വരാറില്ല. ആ വെള്ളത്തിൽപ്പെട്ട് ഗുരുവായൂരപ്പന്റെ മീനായതുകൊണ്ട് ആരും പിടിക്കൂല. ഇതൊക്കെ നല്ല വലിയ മൂട്ടം മീനുകളായിട്ട് ഇവർക്ക് വെള്ളം പൊങ്ങി, കുളത്തിൽ വെള്ളം പൊങ്ങി റോട്ടിലായി. നാട്ടുകാർ ഗുരുവായൂരപ്പന്റെ പിന്നാലെയല്ല, മീനിന്റെ പിന്നാലെയാണ്. മനസ്സിലായില്ല? അത്ര വലിയ വലിയ മീനുകളാണ് റോട്ടിൽ കൂടെ ഇങ്ങനെ ഭക്തന്മാരെ പോലെ പോകുന്നത്. കുളത്തിലുള്ള മീനുകളൊക്കെ കൂടെ പുറത്തേക്ക് വന്നു. അപ്പൊ അതുവരെ ഞങ്ങൾ ഈ കുളത്തിൽ തന്നെ എന്ന് വിചാരിച്ചവര് വെള്ളം വന്ന് പൊങ്ങിയപ്പോൾ ഞങ്ങൾ കുളത്തിന് പുറത്ത്. പക്ഷെ പിന്നീട് അവരെവിടെ ചട്ടിയിലാണോ പാത്രത്തിലാണോ എനിക്കറിയില്ല. എന്നാൽ ഒരു കിണറ്റിലെ ഒരു മീനെ കൊണ്ട് കടലിലിട്ട് കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അല്ലെങ്കിൽ ഒരു എന്തായിരിക്കും അവസ്ഥ? കാരണം ഇത്രയും വ്യാപ്തി കടലിൽ എവിടെയാണ് എന്നതുപോലെയാണ് ഓരോരുത്തരുടെ ഉള്ളിലും ഒരു കിണറുമുണ്ട്, ഒരു കടലുമുണ്ട്. നിങ്ങൾ കിണറ്റിൻ്റെ ഉള്ളിലാണെന്ന് നിങ്ങൾക്ക് അറിയണമില്ല. നിങ്ങളിലൊരു കടലുണ്ടെന്ന് നിങ്ങൾ അതും അറിയുന്നില്ല. അപ്പൊ ഈ രണ്ട് ബോധം നമുക്കുണ്ടാവണം. ഇപ്പോ ഞാനൊരു കിണറ്റിനുള്ളിലാണ്, മെനക്കെട്ടാൽ എനിക്ക് കടലിലേക്ക് എത്താം. താല്പര്യമുണ്ടോ? എന്താ മനസ്സിലാവണം എനിക്കറിയില്ല. ഒരു താല്പര്യമുണ്ടോ? അപ്പൊ അത് എളുപ്പത്തിൽ നടക്കണ കാര്യമില്ല. മീനിന്റെ കാര്യത്തിൽ വെള്ളം പൊങ്ങിയാൽ കരണ്ട് പുറത്തു വരാം. നമ്മുടെ കാര്യത്തിൽ അനുഷ്ഠാനങ്ങളെ കൊണ്ട് മാത്രമേ ഈ കിണറ്റിൽ നിന്നും പുറത്ത് കടക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് പണ്ട് കാലത്ത് അങ്ങനെയൊക്കെയുള്ളൊരു വാക്കുകൾ, സംസാര സാഗരം അല്ലെങ്കിൽ സംസാര കൂപപതിതോത്തരണാവലംബം. ഭാഗവതത്തിൽ ഗോപികമാര് കൃഷ്ണനോട് പറയുന്നൊരു കൃഷ്ണൻ ചോദിക്കുകയാണ്, വരെന്താണത്? അപ്പൊ ഗോപികമാര് പറയുന്നൊരു ശ്ലോകമാണത്. ആഹുശ്ചതേ നളിനനാഭപഥാരവിന്ദം യോഗേശ്വരേ കൃതി വിചിന്ധ്യമഗാധബോധൈ സംസാര കൂപപതിതോത്തരണാവലംബം
ഏഹം ജുഷാ മനസ്സി ഉദിയൽ സതന്ന. ഞങ്ങളെവിടെ വീണിരിക്കുന്നത്? സംസാര കൂപം. സംസാരമാകുന്നൊരു കൂപം കിണറ്റിനകത്ത് വീണ് കിടക്കുകയാണ്. ഇനി അതിൽ നിന്ന് എന്ത് ചെയ്യണം? പുറത്തേക്ക് കിടക്കണം. അതിനവിടുന്നേയുള്ളൊരു അവലംബം, അതിനനുഗ്രഹിക്കണം എന്നാണ് പറയുന്നത്. ഇപ്രകാരം ഇവിടെ ആശ്രയം തേടേണ്ടത് നമ്മളിൽ തന്നെ അനന്തമായ, നമ്മളെ എല്ലാ ദുഃഖത്തിൽ നിന്നും മോചിപ്പിക്കാൻ സാധിക്കുന്ന ശക്തിയുണ്ട്, ശ്രദ്ധയുണ്ട്. അതിനെ അനുഷ്ഠാനത്തിലേക്ക് തിരിച്ചുവിട്ടാൽ വേണമെങ്കിൽ ദുരിതങ്ങളിൽ നിന്നെല്ലാം പറയൂ പുറത്തു കടക്കാം. അപ്പൊ ആശ്രയിക്കേണ്ടത് ആരെയാണ്? രണ്ടെണ്ണത്തിന്, ശ്രദ്ധയും അനുഷ്ഠാനവും. ആരെയാണ്? ശ്രദ്ധയോടെ ആശ്രയം. ഏതിൽ? അനുഷ്ഠാനം. എവിടെ എത്തിക്കോളും? ആ പൂർണ്ണതയിലേക്ക് നമ്മൾ എത്തിക്കോളും. ഈ കാര്യം നമ്മുടെ ശ്രദ്ധയിൽ ഉറച്ചു കിട്ടണം. എന്താ അറിയോ? ഈ ശ്രദ്ധ എന്ന് പറയുന്ന സാധനം നമ്മൾ പിടിച്ചാൽ പിടികിട്ടില്ല. കാരണം ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴേക്കും അതിലേക്ക് അത് പോവും. നമ്മുടെ ശ്രദ്ധയ്ക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. അതായത് അതിൻ്റെ ഉള്ളിലുള്ള വികാരങ്ങളെ ആരെങ്കിലും ഒന്നിപ്പം നിങ്ങളുടെ ഉള്ളിലൊരു മറ്റുള്ളവരുടെ കുറ്റം കേൾക്കുന്നതിലൊരു ആനന്ദം ഉണ്ടെങ്കിൽ അത് പറയുന്ന ഒരാളുടെ വർത്തമാനത്തിലേക്ക് ആര് പോവും? ശ്രദ്ധ പോവും. നിങ്ങൾക്ക് ബോധം ഉണ്ടാവില്ല. ചില ആളുകൾക്കുണ്ടല്ലോ ഇങ്ങനെ വേണ്ടാത്ത കാര്യത്തിൽ സമയം ചെലവഴിക്കുന്നതിൽ അവരുടെ ശ്രദ്ധ പോകുന്നത് അവര് അറിയേയില്ല. എന്നാൽ അല്പം ഒരു നല്ല കാര്യത്തിൽ ശ്രദ്ധ വയ്ക്കുമ്പോഴേക്കും അവർക്ക് ബോറടിക്കാൻ തുടങ്ങി. നിങ്ങൾ നോക്കൂ, നാരായണീയമൊക്കെ നിങ്ങൾ നടത്തുമ്പം ഇപ്പൊ കുറെ ഇൻട്രസ്റ്റ് ഉള്ളവർ അവിടെ ഇരിക്കും. അല്ലാത്തവരിപ്പം ഇവിടെ വന്നു നാരായണീയത്തിന് വന്നിരിക്കുകയാണ് വിചാരിക്കുക. കുറച്ച് എന്താ ഇവര് പാടണം, എന്താ ഇവര്, അവര് കുറച്ച് കഴിഞ്ഞാൽ അവരിയ്ക്കുമ്പോൾ തന്നെ പണി, അവര് വേറൊരു ലോകത്തിൽ. കാരണം അതിലാണ് ശ്രദ്ധ. ഇതിലേക്കൊരു ശ്രദ്ധ വരൽ അത്ര എളുപ്പമല്ല. അതിന് പറയും ജന്മാന്തരേ ഭവിത് പുണ്യം തഥാ. ഭാഗവതത്തിലെ മാഹാത്മ്യത്തിലെ 3-ാം അധ്യായത്തിലെ ലാസ്റ്റ് ശ്ലോകം നിങ്ങൾ പുസ്തകം എടുക്കുക. മാഹാത്മ്യത്തിലെ 3-ാം അധ്യായത്തിലെ ലാസ്റ്റ് ശ്ലോകം. എല്ലാവർക്കും ജന്മം എന്തുകൊണ്ടാണ് നന്നാക്കാൻ പറ്റാത്തത്? ഭഗവാൻ അങ്ങനെ പാർഷ്യാലിറ്റി ഒന്നുമില്ല. ചിലര് നന്നാവണില്ല, ചിലർക്ക് കഷ്ടകാലം ഒഴിഞ്ഞു പോകുന്നില്ല. ഒന്നിന്റെ പുറകിൽ ഒന്നിന്റെ. അതെന്താണത്? അതിനുള്ള ഉത്തരാണ് ഇവിടെ കിട്ടുന്നത്. എന്താ പറയുന്നത്? അവസാനത്തെ ശ്ലോകം, 3-ൽ അവസാനത്തെ ശ്ലോകം. ഭാഗ്യോദയേന ബഹുജന്മസമാർജിതേന സത്സംഗമേവ ലഭതേ പുരുഷാ യഥാ വൈ. കാണുന്നുണ്ടോ? ഭാഗവതത്തിലെ മാഹാത്മ്യത്തിലെ 2-ാം അധ്യായത്തിലെ ഒടുവിലത്തെ ശ്ലോകം. ഞാൻ 3-ആ പറഞ്ഞല്ലേ? 2-ൽ അവസാനത്തെ ശ്ലോകം. 2-ൽ അവസാനത്തെ ശ്ലോകം. ഭാഗ്യോദയേന ബഹുജന്മ സമാർജിതേന സത്സംഗമേവ ലഭതേ പുരുഷോ യഥാ വൈ അജ്ഞാനഹേതുകൃതമോഹമതന്ധകാര. കാണുന്നുണ്ടോ? അജ്ഞാനഹേതുകൃതമോഹമതന്ധകാര നാശം വിദായ തഥാ ഉദയതേ വിവേക. അതാണ് ശ്ലോകം. എന്താ പറയുന്നത്? നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ഭാഗ്യവും സുഹൃതവും പുണ്യവും ദൈവാനുഗ്രഹവും ഉണ്ടെങ്കിൽ മാത്രമേ സത്സംഗമേ ഫലപതേ എന്ത് കിട്ടുള്ളൂ? ഈ സത്സംഗത്തിൽ ഇരിക്കാനൊരു മനസ്സ് വരുള്ളൂ. സത്സംഗങ്ങൾ ഇല്ലാത്തോണ്ടല്ല, നന്നാവാൻ അവസരം ഇല്ലാത്തോണ്ടല്ല, പക്ഷെ അതിലേക്ക് ഇൻട്രസ്റ്റ് വരുന്നില്ല. അതിനൊരു ഭാഗ്യം വേണമെന്നാണ് നമ്മൾ പറയില്ലേ? മുജ്ജന്മ ഭാഗ്യം, മുജ്ജന്മ സുഹൃതം എന്നൊക്കെ പറയില്ലേ? ഭാഗ്യോദയേന ബഹുജന്മ സമാർജിതേന, ഓരോ ജന്മങ്ങളിലും ചെയ്യുന്ന സുഹൃതമാണ് സത്സംഗമേ വലപതേ പുരുഷോ യഥാ വൈ. സത്സംഗം നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മാറും. എന്ന് നമുക്ക് സത്സംഗത്തിൽ ഇൻട്രസ്റ്റ് വന്നോ, എന്ന് നമുക്ക് സാധനയിൽ ഇൻട്രസ്റ്റ് വന്നു. അജ്ഞാന ഹേതുകൃതമോഹ മതന്ധകാരനാശം വിധായ. എല്ലാ ദുഃഖത്തിനും കാരണമായ, നമ്മുടെ ജീവിതത്തിൽ ദുരിത ദുഃഖങ്ങൾക്ക് കാരണമായ നമ്മുടെ വാസനകളിൽ നിന്നും ശ്രദ്ധ
വിവേകത്താൽ പുറത്തു കിടന്നു. സത്യത്തിൽ ദുഃഖ ദുരിതങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. ദുഃഖ ദുരിതങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. അതെന്താ ഇല്ല പറയാൻ കാരണം? സ്വപ്നത്തിൽ നിന്ന് ഉണർന്നു കഴിഞ്ഞവന് പിന്നെ സ്വപ്നത്തിലുള്ള ദുരിതങ്ങൾക്ക് എന്ത് പ്രസക്തി? സ്വപ്നത്തിൽ നിന്ന് ഉണർന്നു കഴിഞ്ഞവന് ആ സ്വപ്ന ദുരിതം വല്ലതും ബാധിക്കുമോ? പറയോ? ഇല്ല. ഇതുപോലെ നിങ്ങളുടെ ശ്രദ്ധ അനുഷ്ഠാനത്തിൽ ലയിച്ചു എന്ന് വിചാരിക്കുക, അതിലൊരു രസം കണ്ടെത്തി വിചാരിക്കുക, പിന്നെ ദുരിതങ്ങളൊന്നും ഇല്ല. അപ്പൊ ഇപ്പോ ദുരിതങ്ങളൊക്കെ നമ്മളെ അലട്ടുന്നതിന് കാരണം നമ്മുടെ ശ്രദ്ധ അനുഷ്ഠാനത്തിൽ രസിച്ചിട്ടില്ല, അതിൽ ലയിച്ചിട്ടില്ല, അതിൽ കെട്ടിച്ചിട്ടില്ല, അതിൽ മുഴുകുന്നില്ല. അത് വീണ്ടും പഴയ ഓർമ്മകളിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. മനസ്സിലാവുണ്ടോ? അപ്പൊ ഇതിൽ നിന്നൊന്നും നമ്മളൊന്ന് ഉണരാനുണ്ട്. അതിന് നമുക്ക് പരിശീലനം അല്ലാതെ വേറെ വഴിയില്ല. നിരന്തരമായ പരിശീലനം കൊണ്ട് ഇതിലൊരു രുചി വരണം, ഇതിലൊരു രസം വരണം. അതാണ് പിബത ഭാഗവത രസം. ഇതിലൊരു രസം വരണം. മനസ്സിലാവുണ്ടല്ലേ? ഇതിൽ രസം വന്നാൽ ഗീതയില് 2-ാം അധ്യായത്തില് എനിക്ക് തോന്നുന്നു 52 ആയിരിക്കണം, വിഷയാവിനിവർത്തന്തേ. എത്രാമത്തെ ശ്ലോകം എനിക്ക് കൃത്യം അറിയില്ലേ, 54 സംശയം. അതോ വിഷയാവിനിവർത്തന്തേ. ആർക്കെങ്കിലും ശ്ലോക നമ്പർ കിട്ടിയോന്ന് പറയണേ. വിഷയാവിനിവർത്തന്തേ 59 വിഷയാവിനിവർത്തന്തേ. ചൊല്ലു, ചൊല്ലു, ബാക്കി ചൊല്ലു. നിരാഹാരസ്യ ദേഹിന രസവർജം രസോപ്യസ്യ പരം ദൃഷ്ട്വാ നിവർത്തതേ. പരമമായ ഒന്നിൽ രസം വന്നാൽ, പരമമായതോടെ ഈ അനുഷ്ഠാനത്തിൽ രസം വന്നാൽ, ഇതിൽ നമ്മുടെ മനസ്സ്, ഇപ്പം നിങ്ങൾ നോക്കൂ, നിങ്ങൾക്കിത് മനസ്സിലാവും. ഇപ്പം നമ്മൾ നാമം ചൊല്ലണമെങ്കിൽ മനസ്സിനെ നിർബന്ധിക്കണം, മനസ്സിനെ നിർബന്ധിക്കണം. ഇപ്പം നിങ്ങൾ നോക്കൂ, നമ്മൾ നാമം ചൊല്ലുമ്പോൾ ചിലർക്ക് അതിൽ അങ്ങോട്ട് മുഴുകും, ചിലർക്ക് മുഴുകില്ല. നേരെ മറിച്ച് കണ്ടവന്റെ കുറ്റം പറയുകയാണെങ്കിലോ മനസ്സിനെ നിർബന്ധിക്കണം അതിൽ ശ്രദ്ധിക്കാൻ. ആരെങ്കിലും നിങ്ങൾ കുറ്റം പറയും, ശ്രദ്ധയോടെ കേൾക്കണം കേട്ടോ. അപ്പൊ നിങ്ങളൊക്കെ സീരിയൽ കാണുമ്പോ ആരെങ്കിലും പറയണം ശ്രദ്ധിച്ചു കേൾക്കണം എന്ന് പറയേണ്ട കാര്യമുണ്ടോ? കാരണം അതിലൊക്കെ ഒരു രസമുണ്ട്. ആ രസമുള്ളത് കൊണ്ട് മനസ്സതിൽ അലിഞ്ഞു ചേരും. രസം അത് നമ്മൾ ജന്മജന്മാന്തരമായിട്ട് ഉണ്ടാക്കി വെച്ച വാസനയാണ്. ഇനി ഇതും ഒരു രസമുള്ളതായി തീർന്നാൽ, പരം ദൃഷ്ട, പരമമായ ഒന്നിൽ രസം വന്നാൽ, മറ്റു രസങ്ങളൊക്കെ രസവർജ്യം, ആ രസങ്ങളൊക്കെ എന്തായി? വർജ്യമായി. വർജ്യം അതിലോടൊക്കെയുള്ളൊരു ഇൻട്രസ്റ്റ് കുറഞ്ഞു വരും. അപ്പൊ ഒന്നിൽ ഇൻട്രസ്റ്റ് വന്നാൽ മറ്റൊന്നിൽ ഇൻട്രസ്റ്റ് കുറയും. അപ്പൊ മോക്ഷത്തിനുള്ള മാർഗം എന്താണ്? അനുഷ്ഠാനത്തിൽ അത്രയും ഒരു ഇൻട്രസ്റ്റ് വരണം, അത്രയും ഒരു സാധനയിൽ മുഴുകാനുള്ള ഒരു ശ്രദ്ധ വരണം. അപ്പൊ നമുക്കിപ്പം തന്നെ നമ്മളെ മനസ്സിലാവും എത്രത്തോളം നമ്മൾ വളർന്നിട്ടുണ്ട് എന്ന്. അപ്പൊ ഇതിലൊരു ഇൻട്രസ്റ്റ് കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ കുറെ കൂടി ആത്മീയമായി വളരുന്നുണ്ട്, ഉയരുന്നുണ്ട്. ഇതിലേക്ക് അങ്ങോട്ട് ഇൻട്രസ്റ്റ് കുറച്ച് വന്നിട്ടുള്ളൂ എങ്കിൽ മനസ്സിലാക്കണം, കുറച്ചുകൂടി ദൂരം പോവാനുണ്ട്. തീരെ ഇൻട്രസ്റ്റ് വന്നില്ലെങ്കിൽ മനസ്സിലാക്കണം, ജന്മം ഇനിയും എടുക്കേണ്ടതുണ്ട്. ഇത് ഈ ജന്മം കൊണ്ടൊന്നും നടക്കണ കാര്യമില്ല. അങ്ങനെ നമുക്ക് മനസ്സിലാവും നമ്മൾ എവിടെയാണ് നമ്മൾ നിൽക്കുന്നത്. മനസ്സിലാവില്ലേ? അപ്പൊ ഒരു കാര്യം ഉറപ്പാണ്, ഇതിൽ ഇൻട്രസ്റ്റ് വന്നാലേ മറ്റ് ഇൻട്രസ്റ്റുകൾ കുറയുള്ളൂ. അപ്പൊ ദുഃഖം ദുരിതമൊക്കെ അലട്ടാതിരിക്കണമെങ്കിൽ എന്ത് വേണം? ഇതിനോട് അത്രയും ലയവും രസവും ആസ്വാദനവും ആനന്ദവും വന്നാൽ പിന്നെ ദുഃഖമില്ല. അതാണ് ഭട്ടതിരിപ്പാട് അദ്ദേഹത്തിന്റെ മനസ്സിതിൽ അലിഞ്ഞു ചേർന്നത് കൊണ്ട് അദ്ദേഹം പറഞ്ഞു,
ഇപ്പോൾ എൻ്റെ ഉള്ളിലുള്ള സകല ദുഃഖങ്ങളും പോയി എന്നാണ്. അതാണ് നാരായണീയത്തിൽ അവസാനം നിങ്ങൾ കാണും, യോഗീന്ദ്രാണം ത്വതങ്കേഷ് അധിക സുമധുരം സുമധുരം അധിക സുമധുരം മുക്തിഭാജം നിവാസോ ഭക്താനം കാമവർഷ ത്യുതരുകിസലയം നാഥത്തെ പാദമൂലം. അപ്പൊ ഭഗവാന്റെ ആ പാദത്തെ മനസ്സിൽ കണ്ട് നാമത്തിൽ മുഴുകുമ്പോൾ ചിത്തസ്ഥിതം മേ പവനപുരവതേ കൃഷ്ണ കാരുണ്യസിന്ധോ കൃത്വാ നിശേഷതാപാൻ. താപങ്ങളൊക്കെ കൃത്വ. അപ്പൊ മനസ്സിലിപ്പോ എന്തില്ല? ഈ വാതരോഗത്തിന്റെ വേദനയൊന്നുമില്ല, അതൊക്കെ കൃത്വ. അപ്പൊ മനസ്സെവിടെയാണ്? പരമാനന്ദ സന്തോഷ ലക്ഷ്മി. എവിടെയാണ് മനസ്സ്? പരമാനന്ദ സന്തോഷ ലക്ഷ്മി എന്ന് പറഞ്ഞാൽ അത്രയും മനസ്സ് പരമാനന്ദത്തിൽ മുഴുകിക്കഴിഞ്ഞു. അതുകൊണ്ട് ഞാൻ വേദനകളൊന്നും ഹൃത്വ നിശേഷതാപാൻ, താപങ്ങളൊക്കെ ഞാൻ ഹൃത്വ ഇല്ലാതായി വേരറ്റുപോയി എന്നാണ്. അപ്പൊ ഈ ഒരു മാനസികാവസ്ഥയിലേക്ക് മനുഷ്യർക്കൊക്കെ ഉയരാം. പക്ഷെ ഇതത്ര എളുപ്പമല്ല, ഇതൊരു ബുദ്ധിമുട്ടുള്ള വഴിയാണ്. അതാണ് കഠോപനിഷത്തിൽ പറയും, ഇതത്ര എളുപ്പമല്ല. കഠോപനിഷത്തിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഈ മന്ത്രം, ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യവരൻ നിബോധത ക്ഷുരസ്യധാര നിശിത ദുരത്യ ദുർഗം പതസ്തത് കവയോ വദന്തി. മൂർച്ചയുള്ള വാളിന്റെ, കേട്ടിട്ടില്ലേ ഇത്? നല്ല മൂർച്ചയുള്ള വാളിന്റെ മുകളിലൂടെ പോകുന്ന പോലെയാണ്. എപ്പോ വേണമെങ്കിലും താഴെ വീഴാം. അത്ര എളുപ്പമല്ല ഈ പാത എന്നുള്ളത്. അതല്ലേ നമുക്ക് മലയാളത്തിൽ ഇതൊക്കെ പറഞ്ഞത്. വലിയൊരു കാട്ടിലകപ്പെട്ടേനഹം വഴിയും കാണാതെ ഉഴലുമ്പോൾ വഴിയിൽ നേർവഴി അരുളേണം നാഥ തിരുവൈക്കം വാഴും ശിവശംഭോ. പിന്നെന്താണ്? എളുപ്പമായുള്ള വഴിയെ ചിന്തിച്ചാൽ ഇടയ്ക്കിടെയാറു പടിയുണ്ട്. അപ്പം വഴി അത്ര എളുപ്പമല്ല, പടി കയറി തന്നെ വേണം. ഈ വഴി അത്ര എളുപ്പമല്ല, 6 പടി കയറണം. നിങ്ങൾ ആ സമയത്ത് പറയണം മുട്ടിന് വയ്യ, എന്ന് അവിടെ ഇരുന്നോളൂ. അപ്പം എളുപ്പമായുള്ള വഴിയെ ചിന്തിച്ചാൽ എളുപ്പമാണെന്നൊക്കെ നിങ്ങൾ വിചാരിച്ചാലും ഇടയ്ക്കിടയ്ക്ക് പടിയുണ്ട്. നിങ്ങൾ പറയാണ് എൻ്റെ കാല് പോകില്ല, അവിടെ ഇരുന്നു. അപ്പം പടി കയറി തന്നെ വേണം. പടി കയറാതെ ഇവിടുന്ന് അപ്പുറത്തേക്ക് കടക്കാൻ, പടി 6 കടന്നാൽ ശിവനെ കാണാകും. പടിയാറും കടന്ന് അവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാകും ശിവശംഭോ. അങ്ങനെയല്ലേ? പടി 6 കടക്കണം. മെനക്കെടാൻ ഇല്ലേ? പണിയെടുക്കേണ്ടതില്ലേ? എളുപ്പാണോ? നിങ്ങളെന്താ മൂകരായിട്ടിരിക്കുന്നത്? എളുപ്പാണോ? ഇതെന്താ ഉരുട്ടി വിഴുങ്ങല്ല, പണിയെടുക്കണം. അതാണ് ഈ ഹിന്ദുമതം എന്ന് പറയുന്നത്. പലപ്പോഴും പലരും പിന്നോട്ട് കാല് വെക്കുന്നതിന് കാരണം അവനവൻ പണിയെടുക്കാൻ ആരും തയ്യാറില്ല. ഇതിന് കുറച്ച് മെനക്കെടണം. മനസ്സിനെ ശുദ്ധീകരിക്കണം, ശാക്തീകരിക്കണം, പവിത്രീകരിക്കണം, ഏകാഗ്രമാക്കണം. ഇതൊക്കെ മെനക്കെടുണ്ട്. ആര് പണിയെടുക്കുന്നു അവർക്ക് രക്ഷപ്പെടാം. നിങ്ങൾക്ക് രക്ഷപ്പെടണോ? വേണോ? അപ്പൊ എന്ത് വേണം? പണിയെടുക്കണം. ഇതിലാരും കാത്തിരുന്നിട്ട് കാര്യമില്ല. അല്ല എൻ്റെ ഭർത്താവും കൂടെ വന്നാ വന്നു പോയാ പോയി, അല്ല എൻ്റെ ഭാര്യയും കൂടെ കൂട്ടണം സ്വാമി, ഒരു രക്ഷയില്ല. ഇത് നിങ്ങൾ പണിയെടുത്താൽ നിങ്ങൾക്ക് ഗുണം. ഇതിലങ്ങനെ ഒരാളെയും നമുക്ക് കൂട്ടിച്ചേർക്കാൻ പറ്റില്ല. മനസ്സിലായില്ലേ? മനസ്സിലാവുണ്ടോ? ഇതാണ് ഹിന്ദുമതം. അതാണ് ഹിന്ദുമതത്തിന്റെ മഹത്വം. ഉദ്ധരേത് ആത്മനാത്മാനം. അവനവനെ അവനവൻ ഉയർത്തണം.